എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നലത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത് കേട്ടോ, കുറേ പേര് കണ്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സോയ മഞ്ചൂരിയൻ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ കാണുക, അപ്പോൾ അത് കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഉണ്ണിമധുരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്ക് പരാതി വീണതിൻ്റെ കുട്ടികൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊരു പരാതി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പരാതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എപ്പോഴും അറിയാമല്ലോ സോൾവ് ചെയ്യും. എന്തായാലും കുട്ടികളെ സന്തോഷിപ്പിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം കുട്ടികളാണ് നമ്മുടെ സ്വത്ത്. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടതാ ആൻറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ണിമധുരം. അപ്പോൾ നമ്മുടെ പവിത്ര സിനിമയിലത്തെ മോഹൻലാൽ പറഞ്ഞ ഉണ്ണിമധുരം ഒന്നും അല്ല കേട്ടോ, ഇത് ഏഷ്യനെറ്റിൽ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു റെസിപ്പി കണ്ടതാണ് ഞാൻ. അപ്പോൾ തന്നെ ഞാൻ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വ്യൂവേഴ്സിന് ഒരുപാട് നല്ല ഇഷ്ടപ്പെട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതാ നിങ്ങൾ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ് ചെയ്യാൻ, അതേസമയം തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഫ്രൈ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. താങ്ക് യു, ബ്യൂട്ടിഫുൾ അല്ല. അപ്പോൾ ഒട്ടും വൈകാണ്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ണിമധുരം ചെയ്യാൻ നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ണിമധുരം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം എന്താ വേണ്ടത്? അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബ്രെഡ് വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം. അതായത് വൈറ്റ് ബ്രെഡ് യൂസ് ചെയ്യാം, മിൽക്ക് ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും ബ്രെഡ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഹോൾ വീറ്റ് ബ്രെഡ് യൂസ് ചെയ്യാം, മൾട്ടിഗ്രെയിൻ ബ്രെഡ് യൂസ് ചെയ്യാം. ഏത് ബ്രെഡ് ആയാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ബ്രെഡ് സംബന്ധമായ മിക്ക വീഡിയോകളിലും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രെഡ് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ ബ്രെഡ് പിടിച്ചു കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ റബ്ബർ പോലെ വലിയുന്ന ബ്രെഡ് ആണെങ്കിൽ ഇതിന് യൂസ് ചെയ്യാൻ പാടില്ല. അതേസമയം കൈകൊണ്ട് പൊടിച്ചു കഴിഞ്ഞാൽ പൊടിഞ്ഞു വരുന്ന പോലത്തെ ബ്രെഡാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ ബ്രെഡിൻ്റെ ആ ഡേറ്റ് മാനുഫാക്ചറിങ് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 4 days മാക്സിമം. അതുകൂടാതെ 10 days ഒക്കെ ഉള്ള പല ബ്രെഡുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ അങ്ങനത്തെ ബ്രെഡാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല ഈ റെസിപ്പിക്ക്, ഈ പെർട്ടിക്കുലർ റെസിപ്പിക്ക് കേട്ടോ. അപ്പോൾ ബ്രെഡ് നമ്മൾ എടുക്കുക. നമ്മളിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിലേക്ക് നേന്ത്രപ്പഴമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേന്ത്രപ്പഴം അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഏത് പഴം വേണമെങ്കിലും, ചെറുപഴം, പൂവമ്പഴം, എന്താ പറയുക കദളിപ്പഴം, അതുപോലെ തന്നെ റോബസ്റ്റ, അങ്ങനെ ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. എല്ലാം യൂസ് ചെയ്യാം, എല്ലാത്തിനും അതിൻ്റെതായ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ്. ഇവിടെ ഞാനിപ്പോൾ 2 നേന്ത്രപ്പഴമാണ് ഇതിലേക്ക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 7 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. 5 സ്ലൈസ് ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കും. ബാക്കി 2 സ്ലൈസ് വീണ്ടും വിപ്പ് ചെയ്തെടുക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സ്ലൈസിലാണ് നമ്മൾ നേന്ത്രപ്പഴം കൂട്ടി കുഴയ്ക്കുന്നത്. ബാക്കി രണ്ടാമത്തെ 2 ബ്രെഡ് എന്ന് പറയുന്നത് അതിൽ നമ്മളൊന്ന് ജസ്റ്റ് റോൾ ചെയ്തിട്ട് മുക്കി പൊരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ആദ്യം ഇതിൻ്റെ പിന്നെ സൈഡിലത്തെ ബ്രൗൺ കളറൊന്നും വെട്ടിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതോടുകൂടി തന്നെ നമുക്ക് മൊത്തത്തിൽ ഈ ബ്രെഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൾട്ടിഗ്രെയിൻ ബ്രെഡാണ്. കാരണം ഇപ്പോഴത്തെ ഡയറ്റൊക്കെ നോക്കിയിട്ട് ഇപ്പം ഞാൻ മൈദ കഴിവതും ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മൈദയുടെ ബ്രെഡാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ 5 സ്ലൈസ് ബ്രെഡ് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ മിക്സിയുടെ വലിയൊരു ജാർ എടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മിക്സി എപ്പോഴും ഡ്രൈ ആയിരിക്കും, ഒട്ടും വെള്ളം പാടില്ല. വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് ഇട്ട് കഴിഞ്ഞാൽ ആകെ എന്താ പറയുക കുഴഞ്ഞ് ചപ്പാത്തി പരുവായിട്ട് തിരിച്ചു വരും. പക്ഷെ നമ്മുടെ ബ്രെഡ് എപ്പോഴും നല്ല പൊടിഞ്ഞ രൂപത്തിലാണ് കിട്ടേണ്ടത്. അപ്പം അതുകൊണ്ട് ഈ ബ്രെഡിൻ്റെ സ്ലൈസ് കുറച്ച് ചെറിയ ചെറിയ പീസസായി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, അതായത് വിപ്പ് ചെയ്താൽ മതി. അല്ലാതെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് നേരം കറക്കി കഴിഞ്ഞാൽ അതങ്ങ് കട്ട പിടിച്ച് വരും. അപ്പോൾ എപ്പോഴും വിപ്പിംഗ് ബട്ടൺ മാത്രം പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ 5 ബ്രെഡും ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പം ഞാൻ ഒരുമിച്ച് പിന്നെ മാത്രമേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 5 ബ്രെഡിൻ്റെ സ്ലൈസസ് ഒരുമിച്ച് ഇടാൻ പാടില്ല. 2 ഇടുക, വിപ്പ് ചെയ്തെടുക്കുക, പിന്നെ അടുത്ത 2 ഇടുക, അങ്ങനെ ഇടാൻ പാടുള്ളൂ. ഈ ജാറ് കംപ്ലീറ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിപ്പ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് പൊടിച്ചിട്ടുണ്ട്, നല്ല പൊടിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം ബ്രൗൺ പാർട്ടും കൂടി ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ അത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മിക്സി ഇല്ല, അപ്പോൾ ചില ബാച്ചിലേഴ്സ് പറയാറുണ്ട് മിക്സി ഇല്ല, കുക്കറില്ല എന്നൊക്കെ പറയാറുണ്ട് എൻ്റെ അടുത്ത്. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ഇതേപോലെ കുഞ്ഞാക്കി കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്താലും മതിയാവും. ഓക്കെ, അപ്പോൾ ഇത് ഒരു 2 ബ്രെഡ് പൊടിച്ചതാണ്. ഇനി വീണ്ടും അടുത്ത 3 ബ്രെഡും കൂടെ പൊടിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. സ്ലൈസസ് ഇതുപോലെ നല്ല നൈസായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. പിന്നെ ബാക്കിയുള്ള 2 സ്ലൈസ് ബ്രെഡ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, അതും ഇതേപോലെ തന്നെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് ഈ പ്ലേറ്റിലോട്ട് ഇട്ട് വെക്കുക. ഇതിലാണ് റോൾ ചെയ്ത് എടുക്കേണ്ടത് നമുക്ക്. പിന്നെ ഇപ്പോൾ 5 സ്ലൈസ് എന്ന് പറയുന്നത് ഓരോ ബ്രെഡ്, ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ബ്രെഡിന്റെ സ്ലൈസിന്റെ അളവായിരിക്കില്ല, വലിപ്പമായിരിക്കില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബ്രെഡിന്റെ സ്ലൈസിന്റെ വലിപ്പം ചെറുതാണ് എന്നുണ്ടെങ്കിൽ 8 മുതൽ 10 വരെയൊക്കെ ആവും. അത് നമ്മൾ കുഴച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കുഴച്ച് നോക്കിയിട്ട് കൺസിസ്റ്റൻസി ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് 2 ബ്രെഡും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നമുക്ക് എന്താ പറയുക എപ്പോൾ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഞാൻ തന്നെ കുഴച്ച് നോക്കുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഈ എത്ര പഴം വേണം അല്ലെങ്കിൽ എത്ര ബ്രെഡിൻ്റെ സ്ലൈസ് വേണം എന്നുള്ളത്. അപ്പോൾ കുഴച്ച് നോക്കിയിട്ട് ഞാൻ പറയാം കറക്റ്റ് അളവ്, എൻ്റെ ബ്രെഡിൻ്റെ സ്ലൈസിൻ്റെ അളവ്. അപ്പോൾ ഇതും കൂടെ ഞാനൊന്ന്
പൊടിച്ചെടുത്തിട്ട് ഈ പാത്രത്തിലോട്ട് ഈ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. കട്ട്ലേറ്റ് റോൾ ചെയ്തില്ലേ അതുപോലെ തന്നെ അത് പൊടിച്ചിട്ടുണ്ട്, ഈ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 7 സ്ലൈസ് ബ്രെഡ്. 5 സ്ലൈസ് ആ വലിയ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 സ്ലൈസ് പൊടിച്ചത് ഈ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 നേന്ത്രപ്പഴം. ഇപ്പോൾ 2 നേന്ത്രപ്പഴം മീഡിയം സൈസുള്ള നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പഴുത്ത പഴമായിരിക്കാൻ ശ്രദ്ധിക്കുക. പച്ചപ്പഴം, അതായത് അധികം പഴുക്കാത്ത പഴമാണെങ്കിൽ ഇതിലേക്ക് ടേസ്റ്റ് കുറവായിരിക്കും. ഇത് നമുക്ക് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. നേന്ത്രപ്പഴമാണ് കേട്ടോ എനിക്ക് ഫേവറേറ്റ്. പക്ഷേ നേന്ത്രപ്പഴം എല്ലാവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നിർബന്ധമില്ല, അതുകൊണ്ട് ചെറുപഴം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ റോബസ്റ്റ യൂസ് ചെയ്യാം, ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓരോ പഴം യൂസ് ചെയ്യുമ്പോഴും ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പഴം ഓരോ പ്രാവശ്യം നിങ്ങൾ ഓരോ പഴം വെച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴം നമുക്ക് പിന്നെ ചൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ 2 പഴം ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഞാനിതിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ ഈ റെസിപ്പി എനിക്ക് പണ്ട് കുറേ കാലങ്ങൾക്ക് ഒരു 10 വർഷമൊക്കെ ആയിട്ടുണ്ടാവും, 10 അല്ലെങ്കിൽ ഒരു 8 വർഷങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. ഏഷ്യനെറ്റ് പ്ലസ്സിൽ ഒരു ചാനലിൽ പണ്ട് ഞാനിങ്ങനെ TV-യിൽ കുക്കറി ഷോ ഒക്കെ കാണുമായിരുന്നു. ഇപ്പോഴൊന്നും കാണാത്തത്. അപ്പം അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നോട്ട് ചെയ്ത് വെച്ചുള്ള റെസിപ്പി ആയിരുന്നു. അപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കുന്നത്. ചെറിയ മോനൊന്നും ഉണ്ടായിട്ടില്ല, അവി ചെറുതായിരുന്നു. അപ്പോൾ അവിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനും കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ എളുപ്പമല്ലേ, അങ്ങനെ ഞാനും ബ്ലോഗിൽ എഴുതി. അങ്ങനെ ആ സമയത്ത് എൻ്റെ ബ്ലോഗ് നോക്കിയിരുന്ന ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഇതാ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പത്തിലുള്ള. പിന്നെ സ്നാക്സ് ഞാൻ പൊതുവെ അറിയാലോ കുറവാണ് വീഡിയോ ഇടാറ്. വറുത്തതും പൊരിച്ചതൊക്കെ കഴിവതും ഒഴിവാക്കാന്ന് വെച്ചിട്ടാണ്. പക്ഷെ കുട്ടികൾക്ക് പലപ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 4 മണി പലഹാരമൊക്കെ എൻ്റെ വീട്ടിൽ കുറവാണ്. കാരണം ഞാൻ 4, 5:30, 6 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ വരും ഓഫീസിൽ നിന്ന്. അപ്പോൾ ആ സമയത്ത് ഞാനും ഒരുമിച്ച് ഡിന്നർ കഴിക്കാറ്. അങ്ങനെ 5:30, 6 മണിയോടുകൂടി ഞങ്ങൾ ഡിന്നർ കഴിയും. പിന്നെ പിള്ളേർക്കും പിന്നെ ഇങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അവരും 7 മണിയോടുകൂടി ഡിന്നർ കഴിക്കും. പിന്നെ 4 മണി പലഹാരം എന്ന് പറയുന്നത് വളരെ അപൂർവമാണ്. സത്യം പറഞ്ഞാൽ നാട്ടിൽ പോകുമ്പോഴാണ് എനിക്ക് 4 മണി പലഹാരമൊക്കെ കൂടുതൽ കഴിക്കാറ്. അപ്പം എനിക്കറിയാം നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് തരാറുണ്ട് സ്നാക്സ് റെസിപ്പി കൂടുതൽ ഇടാൻ പറഞ്ഞിട്ട്. ഇതുപോലെ ഇടയ്ക്ക് ഞാൻ ഇടാം. പക്ഷേ കറിവേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് തന്നെ കറി എന്നല്ല അർത്ഥം. കറികളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ബേസിക്കലി എനിക്ക് കറികളോടാണ് കൂടുതൽ ഇഷ്ടം, അതിൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ഇത് രണ്ടും ഇതുപോലെ തന്നെ വളരെ നൈസായിട്ട് അരിയട്ടെ കേട്ടോ. മൊത്തത്തിൽ നമ്മുടെ 2 പഴവും വളരെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാരയുടെ അളവ് എന്ന് പറയുമ്പോൾ ഡിപ്പെൻസ്, അതിപ്പോൾ ഓരോരുത്തർക്കും ആവശ്യമുള്ള മധുരം വ്യത്യാസമായിരിക്കും. ആദ്യം 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നോക്കട്ടെ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മധുരം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പെട്ടെന്ന് മടുക്കും. അതുകൊണ്ട് മധുരം എപ്പോഴും, പ്രത്യേകിച്ചും നേന്ത്രപ്പഴമൊക്കെ ഇടുമ്പോൾ അത്യാവശ്യത്തിന് മധുരം ഈ നേന്ത്രപ്പഴത്തിൽ തന്നെ ഉണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്രഞ്ചി എഫക്റ്റിന് വേണ്ടിയിട്ട് നെയ്യിൽ വറുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പാണിത്. അണ്ടിപ്പരിപ്പ് ഞാൻ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കൈപ്പിടിയാണ് എടുത്തിരിക്കുന്നത്, 10-15 എണ്ണം കാണും. അത് ഇപ്പോൾ അണ്ടിപ്പരിപ്പിന് പകരം നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അണ്ടിപ്പരിപ്പ് വറുത്ത നെയ്യ് ബാക്കി ഉണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇഷ്ടമാണെങ്കിൽ മാത്രം കുറച്ച് മതി. എനിക്കധികം നെയ്യ് ഇഷ്ടമില്ല, പക്ഷേ നെയ്യ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 ടീസ്പൂണൊക്കെ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ക്രഷ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെറുതെ അരിഞ്ഞിട്ടാലും മതിയാവും കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം. എങ്ങനെയാണ് അണ്ടിപ്പരിപ്പ് നിങ്ങൾക്ക് അതിൽ ഇടാൻ താല്പര്യം അതുപോലെ ഇട്ടോളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിനി നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഞരടിക്കോളൂ പഴമൊക്കെ. അപ്പോൾ ഇത് ഒരുപാട് വെള്ളം കൂടുതൽ തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു ബ്രെഡിൻ്റെ സ്ലൈസും കൂടെ നമുക്കിതിലേക്ക് പൊടിച്ച് ചേർക്കാം. പക്ഷേ എനിക്കിപ്പോൾ കുഴച്ച് നോക്കുമ്പോൾ എനിക്കിതിൽ വെള്ളം വേണമെന്ന് തോന്നുന്നില്ല. കാരണം കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം അവസാനം. അപ്പോൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അവസാനം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. അതിന് ശേഷം എന്താണ് മധുരം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് ഭയങ്കര ഹെൽത്തിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ പൊരിച്ചു കൊടുക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ പൊരിക്കുന്നത് ഇഷ്ടമില്ല. ഞാനാണെങ്കിൽ പൊരിച്ചത് കഴിക്കാറില്ല. അപ്പോൾ ഞാനൊക്കെ എന്താ ചെയ്യുന്നത് ഇത് ചുമ്മാ കഴിക്കുക ചെയ്യുക. അത് കുറവാണ്, എന്നാൽ പോലും പൊരിച്ചത് കഴിക്കാതെ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ഇത് വെറുതെ നമുക്കിത് കഴിക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഇത് മൾട്ടിഗ്രെയിൻ ബ്രെഡാണ്, ഇതല്ല മൈദയല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത് മതി. എനിക്ക് എല്ലാം കറക്റ്റാണ്, അതായത് കൺസിസ്റ്റൻസി കറക്റ്റാണ്. എങ്ങനെ അറിയണേന്ന് കൺസിസ്റ്റൻസി കറക്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഉരുളകളാക്കി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നും പിടിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയണത്. അപ്പോൾ എനിക്കിപ്പോൾ 5 വലിയ പീസ് ബ്രെഡും 2
ഇടത്തരം നേന്ത്രപ്പഴമാണ് ഇതിലേക്ക് വേണ്ടി വന്നിരിക്കുന്നത്. പിന്നെ മധുരം നോക്കിയിട്ടില്ല കേട്ടോ, ഞാൻ മധുരം നോക്കട്ടെ. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണും കൂടെ വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കഴിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങളെ വീട്ടിലെ സ്വീറ്റ്നെസ്സിനനുസരിച്ച് കുട്ടികൾക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. മതി, കറക്റ്റായിട്ടുണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമുക്കിനി ഒരു ചെറിയ ചെറിയ ഉണ്ടകളാക്കി നമുക്കിത് ഉരുട്ടിയെടുക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീണാൻ്റെ ഉണ്ണിമധുരം ഉണ്ടാക്കുന്നത്. എല്ലാ അമ്മമാരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അവരെനിക്ക് കംപ്ലൈൻറ്റ് പറയും. എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ പിണങ്ങും കേട്ടോ. മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ പിണങ്ങേ അതെ. അപ്പോൾ നമ്മളെ ഉരുട്ടിയ ഉരുള ഈ ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്യാം. ഓക്കെ, റോൾ ചെയ്തെടുത്തു. ഇത് നമുക്ക് എല്ലാം ഇതേപോലെ ഉരുളകളാക്കി ഉരുട്ടി റോൾ ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ മൊത്തത്തിൽ എത്ര ഉരുളകൾ കിട്ടുന്നു ഞാൻ പറഞ്ഞുതരാം. ഉരുളകളുടെ സൈസ് എന്ന് പറയുന്നത് മീഡിയോ വലുതോ അതേസമയം തീരെ ചെറുതോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളൂ. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ബോളുകളാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഉരുളകളാക്കിയതിന് ശേഷം റോൾ ചെയ്തിട്ട് എത്ര ഉരുളകളാണെന്ന് ഞാൻ പറയാം. ഓക്കെ, അതേ ഇപ്പോൾ ഉരുളകൾ ഉരുട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ 25 ഉരുളകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഉരുളകൾ ഉരുട്ടി എല്ലാതും റോൾ ചെയ്ത് നമ്മുടെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ക്രംസ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് എനിക്ക് നല്ലത്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇത് പൊരിച്ചെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ പൊരിച്ചെടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോക്കനട്ട് ലഡു പോലെയാണ് ഇരിക്കുന്ന സംഭവം. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. പക്ഷേ കുട്ടികൾക്കൊക്കെ പൊരിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പൊരിച്ച് കാണിക്കാം. ഓക്കെ, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെക്കുക. അപ്പോൾ എണ്ണ മീഡിയം ചൂടാവുമ്പോൾ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതെണ്ണയിലും കുഴപ്പമില്ല, ഒലിവ് ഓയിലൊന്നും എടുത്തേക്കരുത് കേട്ടോ. ഇനി നമുക്ക് ചൂടായി കഴിഞ്ഞാൽ ഓരോ ഉരുളകൾ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ഹൈ ഹീറ്റിൽ വെക്കരുത്, അതായത് ഒരുപാട് അങ്ങ് ചൂടാവാൻ പാടില്ല. ഞാൻ എല്ലാ റെസിപ്പിയിലും പറയുന്ന പോലെ തന്നെ മീഡിയം ചൂടായിരിക്കുമ്പോൾ മാത്രം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇത് ഉള്ളിലൊന്നും വേവില്ല, പുറത്ത് മാത്രം ജസ്റ്റ് ബ്രൗൺ കളറായിട്ട് വരും. അതുകൊണ്ട് എണ്ണയുടെ ചൂടെപ്പോഴും സൂക്ഷിക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം മീഡിയം ചൂടായിട്ടുണ്ട് എണ്ണ. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഓരോ ബോളുകൾ ഇട്ട് കൊടുക്കാം. ഇത് പകുതി മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള എണ്ണയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുഴിയുള്ള പാത്രത്തിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് എണ്ണയുടെ ആവശ്യം വരില്ല. ഇപ്പോൾ നമ്മൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. പിന്നെ പഞ്ചസാര വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിൽ ശർക്കര ഇട്ടിട്ടും ചെയ്യാം. അപ്പോൾ ചിലവർ ചോദിക്കും പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ശർക്കര ചെയ്യാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും ശർക്കര നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായി ചീകിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ, ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കൂടും. അപ്പോൾ അതിനനുസരിച്ച് ബ്രെഡിൻ്റെ എണ്ണം കൂട്ടി കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പകുതിയോളം ബോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് ഗോൾഡൻ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മീഡിയം ചൂട് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അതിന് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിടാൻ മറക്കരുത്. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രം വേവുള്ളൂ, മറ്റേ സൈഡ് വേവില്ല. കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന PCOD വീഡിയോയുടെ ഫോളോ അപ്പ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇട്ടിരുന്നില്ലോ, അതിൽ ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ ഡയറ്റാണ്. ഇപ്പോൾ PCOD ഉള്ള അസുഖമുള്ള ആൾക്കാർ ഒരിക്കലും മരുന്ന് കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ ഏത് വീഡിയോയിലും പറഞ്ഞിട്ടില്ല. ഓരോ വീഡിയോയും ഞാൻ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് ഓരോ സൈഡും വേവട്ടെ. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. മൾട്ടിഗ്രെയിൻ ബ്രെഡ് ആയതുകൊണ്ട് ചെറിയ ഇതിനൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. അതേസമയം വൈറ്റ് ബ്രെഡ് വെച്ച് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ്. അങ്ങനെ ഓരോ ബ്രെഡിനനുസരിച്ചും ഇതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. കളറൊക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ, നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നമുക്ക് പതുക്കെ കോരി മാറ്റി നമുക്ക് ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കാം. സ്ട്രെയിനറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും എണ്ണ മുഴുവനും പൊക്കോളും. നമ്മൾ ടിഷ്യൂ പേപ്പർ വേസ്റ്റ് ആകില്ല. അപ്പോൾ അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രേ ഉള്ളൂ നമ്മുടെ കുട്ടികളുടെ പ്രിയപ്പെട്ട ഉണ്ണിമധുരം. അപ്പോൾ അമ്മമാരെല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്ക്. കുട്ടികൾ പറയണം കേട്ടോ, അമ്മ എനിക്ക് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഈ അമ്മമാർ കുറച്ച് മടിച്ചുകളാണ് വീണാൻറ്റീനെ പോലെ തന്നെ. അപ്പോൾ നിങ്ങൾ വേണം അമ്മമാരൊക്കെ ഒന്ന് ശരിയാക്കാൻ കേട്ടോ. ഭർത്താക്കന്മാരും ഭാര്യമാരും ഒന്ന് ശരിയാക്കിക്കോളൂ. എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഇത്രയൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പാരപണിയാന്ന് പറഞ്ഞാൽ ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തമാശ പറഞ്ഞാണ് കേട്ടോ, കാര്യമായിട്ട് എടുക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വായ പൊള്ളിപ്പോവും. മൊത്തം 25 എണ്ണമാണ് നമുക്ക് 5 സ്ലൈസ് ബ്രെഡിൽ നിന്ന് കിട്ടിയത് കേട്ടോ. ഓക്കെ, ആ സമയത്ത് എക്സസ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉരുളകളിൽ ഉണ്ടെങ്കിൽ അതൊന്നും തട്ടിക്കളഞ്ഞിട്ടോളൂ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് ഇതിൽ പൊങ്ങി കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഉണ്ണിമധുരം റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി ചൂടക്കാറി വരുന്നുണ്ട്. ഇതൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതിനുശേഷം ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്ന്. മുറുക്കിയാണെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. ഇതൊന്ന് ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. ചൂടുണ്ടെങ്കിൽ എൻ്റെ വായ പൊള്ളുന്നതായിരിക്കും. ഇത് ആവശ്യത്തിന് മധുരമുള്ളൂ കേട്ടോ.
അതായത് ഓവർ മധുരമില്ല. ഇപ്പം മധുരം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഓരോരുത്തരെയും ഇതനുസരിച്ച് മാറ്റം വരുത്തണം. ഇപ്പം ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കുറച്ചും കൂടെ മധുരം വേണ്ടി വരുന്നത്. എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഒരു മീഡിയം മധുരമാണിത്. അപ്പോൾ വേണമെങ്കിൽ മധുരം അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബ്രെഡിൻ്റെ അളവും ഒക്കെ അനുസരിച്ച് വ്യത്യാസങ്ങൾ പെടുത്തുക. ഇപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം എന്തൊക്കെ ചേഞ്ചസ് വരുത്തണമെന്ന്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ആ ചേഞ്ചസ് വരുത്തി ചെയ്യാം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ പ്രിയപ്പെട്ട ഉണ്ണിമധുരം സ്നാക്ക് ഞാൻ കൊണ്ടുവന്നത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്താണ് ആ എല്ലാ വീണയ്ക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. ഇതിനെ പറ്റി ഭയങ്കര കംപ്ലൈന്റ് ഉണ്ട്. നെഗറ്റീവ് കമന്റ്സ് ഒന്നും അപ്രൂവ് ചെയ്യില്ല. ഭയങ്കര കമന്റ് ആണ്, അല്ല കംപ്ലൈന്റ് ആണ്. എന്തിനാ ജാനേ വേണ്ട, നമ്മൾ ജീവിക്കുന്നത് കുറച്ച് കാലത്തേക്ക് വേണ്ടി. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കില്ല ഏറ്റവും നല്ലത്. നെഗറ്റീവ് കമന്റ്സ് ഞാൻ അപ്രൂവ് ചെയ്യില്ല എന്ന് ഞാൻ ഒരിക്കലും പക്ഷെ പറയില്ല. സഭ്യമായ ഭാഷയിൽ നല്ല രീതിയിൽ എഴുതുന്ന ഏത് സജഷൻസും കമന്റ്സും ഞാൻ അപ്രൂവ് ചെയ്യാറുണ്ട്. പക്ഷെ ചില കമന്റ്സ് കാണുമ്പോൾ പെട്ടമ്മ സഹിക്കൂല. അങ്ങനത്തെ കമന്റ്സ് ഞാൻ എൻ്റെ ചാനലിൽ അപ്രൂവ് ചെയ്യില്ല. നെഗറ്റീവ് കമന്റ്സ് ഞാൻ അപ്രൂവ് ചെയ്യില്ല എന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ അത് എഴുതേണ്ട രീതിയിൽ എഴുതി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എന്തിനാ വെറുതെ നമ്മൾ പിന്നെ നമുക്ക് ആകപ്പാടെ ഒരു സമാധാനം സന്തോഷം. എൻ്റെ ഒരു പാഷനാണ് നമ്മൾ കുക്കിംഗ് അല്ലേ. അപ്പോൾ അതൊരു എൻ്റെ വീടിൻ്റെ ഒരു ഭാഗം പോലെയാണ് ഞാനിപ്പോൾ നമ്മുടെ കറിവേൾഡിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വെറുതെ നെഗറ്റീവ് കമന്റ്സ് ഇട്ട് അതിൻ്റെ താഴെ വീണ്ടും കമന്റ്സ് ഇട്ട് ശരിയാണ്. പണ്ടൊക്കെ ഞാൻ കുറച്ചൊക്കെ അപ്രൂവ് ചെയ്യായിരുന്നു, കാരണം നമുക്കറിയില്ലല്ലോ അതിനകത്ത്. പക്ഷെ അത് ഞാൻ എനിക്ക് മനസ്സിലാക്കി, ഞാൻ തന്നെ എന്നോട് പറഞ്ഞു തന്നിട്ടില്ലേ. കാരണം അതിൻ്റെ പുറകിൽ പോകുമ്പോൾ നമുക്ക് മാനസികമായി വെറുതെ ടെൻഷൻസ് കിട്ടും. ആവശ്യത്തിന് വരെ ടെൻഷൻസ് പല രീതിയിൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ എന്തിനാ വെറുതെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ അപ്രൂവ് ചെയ്യാത്തത്.